Now look at the South Pacific Ocean. South Pacific Ocean എന്തൊക്കെയുണ്ട്? South equatorial current moving from east to west. It is reaching Australia, so it is called the East Australian current. കാണുന്നുണ്ടോ? കണ്ടോ എല്ലാവരും മാപ്പിൽ? ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്. സോ നമ്മൾ എന്താ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ഈസ് നോർമലി കോൾഡ് ഇൻ നേച്ചർ ബിക്കോസ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ വാട്ട് ഹാപ്പൻ, ബ്രസീലിയൻ കറന്റ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ആസ് വാം. ബട്ട് സ്റ്റിൽ ഇവിടെ ഓസ്ട്രേലിയൻ കറന്റ് സ്ട്രോങ് ആണോ? നോ, ഓസ്ട്രേലിയൻ കറന്റ് ഇസ് നോട്ട് ദാറ്റ് സ്ട്രോങ് ആസ് ബ്രസീലിയൻ കറന്റ്. സോ ദിസ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് വിൽ റിമെയിൻ ആസ് നോർമൽ ആസ് എ കോൾഡ് കറന്റ്. ഓക്കെ, നമ്മൾ പഠിച്ചില്ലേ, ഡു വി ഹാവ് ആൻ ഓഷ്യൻ കോൾഡ് അന്റാർട്ടിക് ഓഷ്യൻ? Do we have an ocean called Antarctic Ocean? So it is called a Southern Ocean. So അവിടുത്തെ എന്താണ് ഓഷ്യൻ കറന്റിന്റെ പേര്? സൗത്ത് പസഫിക് കറന്റ്. Okay, then Peru current is there which is cold current and circuit is completed. അപ്പം സൗത്ത് പസഫിക് ഓഷ്യൻ ഏതൊക്കെയാണ് കറന്റ്സ് ഉള്ളത്? ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്, സൗത്ത് പസഫിക് കറന്റ്, പെറു കറന്റ്. ഓക്കെ, ഡൺ. പസഫിക് ഓഷ്യൻ ക്ലിയർ ആയോ? ഓക്കെ, നൗ we'll move towards Indian. ഇത് പറഞ്ഞു തന്നിട്ട് നോട്ട് എഴുതാം. ഓക്കെ, ഇത് ഒരുമിച്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഓഷ്യൻ വിൽ സി. ഇപ്പോൾ ഉള്ള മാപ്പ് മാറ്റി വെച്ചു, എല്ലാ മാപ്പും കൂടെ കൺഫ്യൂഷൻ ആക്കി പഠിച്ചൊക്കെ മാറ്റി വെച്ചു. ഇന്ത്യൻ ഓഷ്യൻ അത് കൗണ്ടർ ഇക്വട്ടോറിയൽ കറന്റ്. ഡോൾഡ്രംസ്, ഒരു വി ഹാവ് എ റീജിയൻ കോൾഡ് ഡോൾഡ്രംസ് വേർ ഏരിയ ഓഫ് കാംനെസ് ഇസ് ദെയർ. ഓക്കെ, എന്ന് വെച്ചാൽ വലിയ ആക്ടിവിറ്റി നടക്കത്തില്ല, കാം ഏരിയ ആയിരിക്കും. ഓക്കെ, പണ്ടൊക്കെ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, പണ്ടൊക്കെ ഷിപ്പ് അങ്ങനെ പൊക്കോണ്ടിരുന്ന ക്ലാസ്സിൽ പറഞ്ഞില്ല എക്സാമ്പിൾ. ഓക്കെ, പായ്ക്കപ്പലാണ് ഡിഫിക്കൽട്ട് ടു മൂവ് ബിക്കോസ് ദർ ഇസ് നോ വിൻഡ്. അപ്പോൾ ഏരിയ ഓഫ് കാംനെസ് ആകുമ്പോൾ ഈ നോർത്ത് ഇക്വട്ടോറിയൽ കറന്റിൻ്റെയും സൗത്ത് ഇക്വട്ടോറിയൽ കറന്റിൻ്റെയും ഫോഴ്സ് അവിടെ അത്രയ്ക്ക് ഉണ്ടാവില്ല. സീ വിൽ ബി സൈലന്റ്. അപ്പം ഓൾറെഡി എന്താണ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഹിയർ വാട്ടർ വിൽ ബി ഡെപ്പോസിറ്റഡ് മോർ. അപ്പോൾ വെസ്റ്റ് പാർട്ട് ഓഫ് ദ ഓഷ്യനിൽ വെള്ളം പൊക്കം കൂടുതലും ഇവിടുത്തെ താഴ്ചയായിരിക്കും. അപ്പോൾ വേറെ ഫോഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും, താഴ്ചയിൽ പൊക്കത്തിന് താഴോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോവും. ദാറ്റ് വാട്ടർ ഇസ് കോൾഡ് കൗണ്ടർ ഇക്വട്ടോറിയൽ കറന്റ്. ഓക്കെ, രണ്ടെണ്ണമില്ലേ? എന്തോ അല്ല, എക്സാമിന് ചോദിക്കാൻ കാരണം വിച്ച് ആർ ദ വാം കറന്റ്സ്, കോൾഡ് കറന്റ്സ് ചോദിക്കാൻ അത് ഡിഫറൻഷ്യേറ്റ് കാരണം. പിന്നെ ചോദിക്കും ഏത് ഓഷ്യനിൽ ഏതാ കറന്റ്സ് ആണ് വരുന്നതെന്ന് ചോദിക്കാം. പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയണം, യു ഷുഡ് നോ വെയർ കറണ്ട് ഇസ് കമ്മിങ്. ഇപ്പം കാൻഡറി കറണ്ട്, അപ്പോൾ കാൻഡറി സ്പെയിനിലാണ്, ഇറ്റ് ഇസ് കമ്മിങ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ, നോർത്ത് അറ്റ്ലാന്റിക്, അങ്ങനെ ഓർത്ത് വെക്കണം. അത് കുറച്ച് സമയം എടുക്കും പഠിച്ചു വരാൻ, കാരണം ഇതെല്ലാം പുതിയ പുതിയ വേർഡ് അല്ലേ. 1-2 വട്ടം വായിച്ചിരുന്നത് ഇത് ഓർമ്മ നിൽക്കില്ല. മിനിമം ഒരു 5-6 ടൈംസ് നോക്കിയാലേ ഈ പേര് പിന്നെയും പഴക്കമാവത്തുള്ളൂ പറയാൻ. ഇന്ത്യൻ ഓഷ്യൻ കറന്റ്. So what I can do is that I can introduce you to this concept. ഇതിൽ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ you have to learn from your side. ഒരു പുതിയ കാര്യം പറഞ്ഞു തരാമെന്നേ പറ്റുള്ളൂ. ഇതിൻ്റെ ഓഷ്യൻ കറൻസിൻ്റെ പേര് നിങ്ങൾ തന്നെ വീട്ടിൽ പോയി എഴുതി വായിച്ച് എവിടെയാണ് മാർക്ക് ചെയ്ത് യു ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് ദാറ്റ്. ഓക്കെ, നൗ വിൽ മൂവ് ടു ഇന്ത്യൻ ഓഷ്യൻ, കറൻസ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. നിങ്ങൾക്ക് വന്ന മാപ്പിൽ ഇന്ത്യൻ ഓഷ്യൻ കറൻസ് ഇൻ വിൻ്റർ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സമ്മർ ഡിറക്ഷൻ വേറെയാണ്, അത് ഞാൻ പറഞ്ഞ മാപ്പിൽ പിന്നെ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയും മാപ്പിൽ നോക്കിക്കോളൂ. ദർ ഇസ് നോർത്ത് ഇക്വട്ടോറിയൽ കറന്റ് മൂവിങ് ഫ്രം എവിടെ നിന്ന് എവിടെ നോട്ടാ, ഈസ്റ്റ് ടു വെസ്റ്റ്. ആസ് യൂഷ്വൽ ഇറ്റ് ഇസ് കമ്മിങ്. And we have southern hemisphere, we have south equatorial current, middle we have also counter equatorial current. അത് തിരിച്ചാണ് പോകുന്നത്, from west to east അതും തിരിച്ച് പോകുന്നുണ്ട്. Okay, now towards the northern part of the continent, north equatorial current is coming. It is touching the Horn of Africa. Map screen നോക്കാം. This area is called Horn of Africa and this is Somalia. So it is also called the Somalian current. This current is also called Somalian current. Okay, ഇത് ഇത്രയും ഓർത്ത് വെക്കുക. ഇനിയും ഞാൻ പറഞ്ഞ നിങ്ങൾ നല്ലപോലെ സ്ക്രീനിൽ നോക്കുക. എല്ലാവരും നിങ്ങളുടെ മാപ്പിലില്ല, സ്ക്രീനിൽ നോക്കുക എന്താ പറയുന്നുള്ളത്. വിന്ററിൽ, ദിസ് ഇസ് വിന്റർ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ആർ കമ്മിങ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യ. ഇന്ത്യ ആലോചിക്കുക, മാപ്പിൽ ഇന്ത്യ കണ്ടോ, ദിസ് ഇസ് ഇന്ത്യ. ഓക്കെ,
ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എവിടാണ്? ദിസ് ഏരിയ. സംശയം ഉണ്ടോ? കാണിക്കണോ? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എവിടാണ്? ഇവിടാണ്. ഓക്കെ, ഫ്രം നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ആർ കമ്മിങ്. സോ ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. അപ്പം വിൻഡ് എങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്? ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. അതാണ് വിന്ററിൽ ഓഷ്യൻ കറൻസിന് ദിശ മാറ്റാനുള്ള കാരണം. ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ടാണ് സൗത്ത്, നമ്മുടെ നോർത്ത് സൈഡിൽ നിന്ന് ഇക്വേറ്ററിലോട്ടാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഒബ്വിയസ്ലി എന്ത് പറ്റും? ഓഷ്യൻ കറൻസും ആ രീതിയിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനി മാപ്പിൽ നോക്കിക്കോളൂ. ഓക്കെ, നോർത്ത് ഇക്വേറ്റോറിയൽ കറണ്ട് ഇസ് കമ്മിങ്. അങ്ങോട്ട് അടിക്കുമ്പോൾ എന്ത് പറ്റും? വി ഹാവ് നോർത്ത് ഈസ്റ്റ് കറണ്ട് ഓർ ട്രേഡ് വിൻഡ്സ് കമ്മിങ് ഫ്രം ഹിയർ, അങ്ങനെ വന്നിട്ട് ടുവേർഡ്സ് ബേ ഓഫ് ബംഗാൾ. ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. ബേ ഓഫ് ബംഗാൾ റീജിയൻ ഈ വരുന്ന കറണ്ട് ഇറ്റ് വിൽ ടേക്ക് എ സർക്കുലേറ്ററി മോഷൻ. എന്താ സർക്കുലേറ്ററി മോഷൻ എടുക്കാൻ കാരണം? ബിക്കോസ് ഓഫ് ദ കോസ്റ്റൽ ലാൻഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ വെള്ളം അതിൽ തട്ടി ഇറ്റ് വിൽ ചേഞ്ച് ദ ഡയറക്ഷൻ. ഓക്കെ, ഇറ്റ് വിൽ കം ആൻഡ് ഇറ്റ് വിൽ ഫോം എ സർക്കുലർ മോഷൻ ഹിയർ. അങ്ങനെ ബേ ഓഫ് ബംഗാളിൽ ഒരു സർക്യൂട്ടായിട്ട് ഒരു സർക്യൂട്ട് നിൽക്കും. ഓക്കെ, പക്ഷെ അത് എങ്ങനെ ആയിരിക്കും ഒഴുകുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. കറക്റ്റ് അല്ലേ? ബേ ഓഫ് ബംഗാൾ സർക്യൂട്ട് ഇസ് മൂവിങ് ഇൻ എ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ക്ലിയർ ആയല്ലോ. ബേ ഓഫ് ബംഗാളിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് കാറ്റടിക്കുന്നത്? ഫ്രം ദ ലാൻഡ് ടുവേർഡ്സ് ദ സീ. ഓക്കെ, ഫ്രം നോർത്ത് ഈസ്റ്റ് ടു സീ ഇറ്റ് ഈസ് കമ്മിങ്. അവിടെ വരുമ്പോൾ എന്തുകൊണ്ടാണ് വളയാൻ കാരണം? ലാൻഡ് ഏരിയ നമ്മുടെ ചെന്നൈ അല്ലെങ്കിൽ അദർവൈസ് കോസ്റ്റ് തട്ടി വളഞ്ഞിട്ട് അത് സർക്കുലേറ്ററി മോഷനായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, സോ ബേ ഓഫ് ബംഗാളിൽ ആ കറണ്ട് കഴിഞ്ഞു. നൗ കംസ് ടു അറേബ്യൻ സീ. അറേബ്യൻ സീയിൽ വരും. അറേബ്യൻ സീൽ എന്താണ് സർക്കുലേറ്ററി മോഷൻ ഉണ്ടാകാത്തതെന്ന് നോക്കൂ. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇസ് കമ്മിങ്. ഈ നോർത്ത് ഈസ്റ്റ് വിൻഡിന്റെ ഇഫക്റ്റ് പ്രകാരം ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് സൈഡ്. പക്ഷെ എന്ത് പറ്റും? ഇവിടെ കോസ്റ്റൽ ഏരിയ ഉള്ളത് കൊണ്ടും ഇവിടുത്തെ വിൻഡിന്റെ ഡയറക്ഷൻ വേറെ ആയതുകൊണ്ടും ഇറ്റ് വിൽ കം എഗെയിൻ ഗോ ആസ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം, എല്ലാവരും നല്ലപോലെ സ്ക്രീനിൽ നോക്കുക, മാപ്പിൽ ആരും നോക്കണ്ട. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. We have north equatorial current is coming. It is moving from east to west. North equatorial current is moving from east to west. Okay, ആദ്യം ബേ ഓഫ് ബംഗാളിന്റെ കേസ് പറയാം. ഈ വിൻഡ് ഇങ്ങോട്ടും വരും, ഇങ്ങോട്ടുള്ള വെള്ളം, ഇപ്പം ഇങ്ങോട്ടും വെള്ളം ഒഴുകും. ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഫ്രം ഹിയർ നോർത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ഇസ് കമ്മിങ്. അപ്പോൾ ഈ വെള്ളത്തിന് വേറെ ഡയറക്ഷനിൽ പോകാൻ സമ്മതിക്കാതെ ഇറ്റ് വിൽ, ഈ വെള്ളത്തിന് എന്താവും? അതും ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, വെള്ളത്തിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് വന്ന് ഇവിടെ ഇടിച്ചിട്ട് ഒരു സർക്കുലേറ്ററി മൂവ്മെന്റ് ആയി അതൊരു ഗയറായി മാറി ബേ ഓഫ് ബംഗാൾ ഒരു സർക്കുലേറ്ററി മോഷൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലോണിൽ എന്താണ്? ഓൾ ദ ലോ പ്രഷർ ഏരിയസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. ഞാൻ പറഞ്ഞില്ല സൈക്ലോൺ, കാരണം ഓൾ ദ സർക്കുലേറ്ററി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓൾറെഡി സീ ആയിട്ട് ഓൾറെഡി ഇറ്റ് ഇസ് ഡൺ. അപ്പോൾ ഓഷ്യൻ കറൻസിന്റെ ബേ ഓഫ് ബംഗാൾ റീജിയൻ വിൽ റിമെയിൻ ലൈക്ക് ദിസ്. സർക്കുലേറ്ററി മോഷൻ ആണ്. വൈ ഇറ്റ് ഇസ് ഫ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ? ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ഓക്കെ, ഇനി എല്ലാവരും അറേബ്യൻ സീയിലോട്ട് നോക്കൂ. ദിസ് ഇസ് അറേബ്യൻ സീ. അറേബ്യൻ സീയിൽ സർക്കിൾ ഉണ്ടോ? ഇറ്റ് ഇസ് നോട്ട് ദെയർ. ഓക്കെ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇസ് കമ്മിങ്. ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഹിയർ. ഇവിടെ വരെ എത്തുമ്പോഴാണ് എന്ത് വരുന്നത്? നോർത്ത് ഈസ്റ്റ് ട്രേഡിന്റെ കാരണം ഈ വിൻഡ് ഇങ്ങോട്ട് വളയും. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? കാരണം ലാൻഡ് ഏരിയ സമ്മതിക്കില്ല. സോ അഗൈൻ ഇറ്റ് വിൽ കം ഡൗൺ. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? കാരണം എന്താണ്? കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ടിന്റെ ഇഫക്റ്റ് പ്രകാരം തിരിച്ചിങ്ങോട്ട് പോകും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നിങ്ങൾക്ക് അത് അറിഞ്ഞു വെക്കേണ്ടത് ഇതിന്റെ ഡയറക്ഷൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ടത് പ്രിലിംസ്. ഫോർ പ്രിലിംസ് യു ഷുഡ് ബി നോയിങ് ഓഷ്യൻ കറൻസ് ആർ two different kinds in Indian Ocean. Okay, in winter it will move because of northeastern trade winds. In summer it will move പഠിക്കാൻ because of southwestern trade winds. Okay, directions രണ്ടാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഓർത്ത് വെക്കാനുള്ളത്? വിന്ററിൽ എവിടെ നിന്ന് എങ്ങോട്ട് പോകും അത് ഓർത്ത് വെക്കാൻ നമുക്ക് നമ്മുടെ കേരളം വെച്ചൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്ക് മഴ കിട്ടുന്നത് സമ്മറിലാണോ വിന്ററിലാണോ? സമ്മറിലാണ്. ഒരു ജൂൺ സമ്മറിലാണ് നമുക്ക് മഴ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് സമ്മർ സീസൺ നമുക്ക് മഴ കിട്ടുമ്പം ഓഷ്യനിൽ നിന്നും മണ്ടക്കോട്ട് കാറ്റടിക്കുന്നതായിട്ട് ഓർക്കുക. കേരള ഈസ് ഹിയർ. ഓക്കെ, ദിസ് ഈസ് കേരള. നമ്മളിവിടെയാണ് ഉള്ളത്, ട്രിവാൻഡ്രം. നമുക്ക് ജൂണിലാണ് മഴ. ജൂൺ 1 നമുക്ക് മഴ പെയ്യും. മൺസൂൺ ഫസ്റ്റ് ഡേ. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വിൻഡ് വരണോ? അത് നമുക്കറിയാം. ലാൻഡ് ഏരിയയിൽ നിന്ന് മോയ്സ്ചർ കണ്ടന്റ് വിൻഡ് വളരെ കുറവായിരിക്കും, വരും, ബട്ട് വെരി ലിമിറ്റഡ്.
അപ്പോൾ എന്തായിരിക്കും മെജോറിറ്റി? ഇറ്റ് വിൽ കം ഫ്രം ഹിയർ. ദിസ് ഇസ് ഡിറക്ഷൻ ഈസ് സൗത്ത് വെസ്റ്റ് ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് മഴ പെയ്യുന്നത് സമ്മറിലാണ്. സോ വി ക്യാൻ റിലേറ്റ് ലൈക്ക് ദാറ്റ്. ഇൻ സമ്മർ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വിൻഡ് ഒഴുകുന്നത്? ഫ്രം ഇക്വേറ്റർ ഓർ സൗത്ത് വെസ്റ്റേൺ ഡിറക്ഷൻ വിൽ കം, ഇറ്റ് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. അങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വിൻഡർ ലെങ്ത് ആയിരിക്കും ഓപ്പോസിറ്റ് ആണെന്ന് കൂടെ ഓർത്ത് വെക്കുക. വിൻഡർ ലെങ്ത് ആണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ആണ്, തിരിച്ചാണ് അടിക്കുന്നത്. അപ്പം മാപ്പിൽ ഹാവ് ഗിവൺ യു ഫോർ വിൻഡർ. സമ്മർ നിങ്ങൾ വേറെ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈ എക്സാമ്പിൾ വെച്ചിട്ട് ട്രൈ ടു റിലേറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് നിങ്ങൾ ഓഷ്യൻ കറൻസ് സർക്കുലേറ്ററി മോശമാണ്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, you should be knowing Indian Ocean there are two types of circulation or direction. Winter it comes from northeastern, summer it goes from southwestern direction, and there is no movement of water മേലോട്ടില്ല. കാരണം we have land area towards the northern part. ഇന്ത്യയുടെ രണ്ട് സൈഡിൽ ഇത്തിരി മൂവ്മെന്റ് ഓഫ് വാട്ടറോട് വേറെ ഒന്നുമില്ല, അതിന് വേറെ പേരൊന്നുമില്ല. സൊമാലിയൻ കറണ്ട് ചെറുതായിട്ട് അവിടെ വിളിക്കും, ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത്രയോട് ഇന്ത്യൻ ഓഷ്യനിലെ കാര്യം. ഓക്കെ, ദർ ഇസ് നോട്ട് മച്ച് ഫിനോമിന ബൈ കോൾഡ് കറണ്ട് വല്ലതും വരുന്നുണ്ടോ? ഇല്ല. എന്താണ്, നമുക്ക് മൊത്തം ലാൻഡ് ഏരിയ അല്ല മേളിൽ. സോ ദർ ഇസ് നോ കോൾഡ് വാട്ടർ കമ്മിങ്. ദാറ്റ് ഇസ് ഓൺലി അബൌട്ട് ദി ഇന്ത്യൻ ഓഷ്യൻ. നൗ വി ലുക്ക് അറ്റ് സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ. സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ നോക്കൂ. In South Indian Ocean, South Equatorial Current is moving from east to west. Okay, എല്ലാവരും മാപ്പിൽ നോക്കൂ, കയ്യിലിരിക്കുന്ന മാപ്പിൽ നോക്കൂ. Okay, then we have Mozambique current. എല്ലാവരും Mozambique current കണ്ടോ? That is warm current in nature. We have Ahulgas current. That is also warm current in nature. അതിന് നടുക്കൊരു ലാൻഡ് ഏരിയ കണ്ടോ? That country is called Madagascar. അത് എഴുതി വെച്ചോ, Madagascar. Okay, that land area is called Madagascar. ഇനിയും എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കുക. ഓക്കെ, ഇനി എല്ലാവരും സ്ക്രീനിലോട്ട് പേപ്പറിലാരും നോക്കിയത് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ദിസ് ഇസ് ഈസ്റ്റ് ആൻഡ് ദിസ് ഇസ് വെസ്റ്റ്. ഓക്കെ, അത് ഹോൺ ഓഫ് ആഫ്രിക്ക വരെ പോവില്ല, കാരണം എന്താണ്, ദിസ് ഇസ് ഇക്വേറ്റർ. ഹോൺ ഓഫ് ആഫ്രിക്ക ഈസ് ഹിയർ, അവിടെ വരെ പോവില്ല. ഓക്കെ, ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ ടച്ച് നിയർ. ഈ രാജ്യം ഏതാണ്? ഈ രാജ്യമാണ് മൊസാംബിക്യു എന്ന് പറയുന്നത്. അതാണ് ഇറ്റ് കോൾഡ് മൊസാംബിക്യു കറണ്ട്. Okay, this is Madagascar. Madagascar land area തട്ടി warm current is divided into two, Mozambique current and Ahulgas current. നിങ്ങൾ എപ്പോഴും പഠിക്കും, എപ്പോഴും ലാൻഡ് തട്ടിയാണ് വാട്ടർ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. കാരണം വാട്ടർ എന്താണ് പോകാൻ കാരണം? വിൻഡിനനുസരിച്ചാണ് വെള്ളം പോകുന്നത്. വിൻഡ് ഒരു ലെയർ വെള്ളം വിൻഡ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ വിൻഡ് എന്താവും? ഈ കോസ്റ്റൽ ഏരിയ തട്ടിയിട്ട് വിൻഡ് ഡിറക്ഷൻ മാറുന്നതിന് കൂടെ തന്നെ വാട്ടർ ഡിറക്ഷൻ വിൽ ഓൾസോ ചേഞ്ച്. ആൻഡ് ദിസ് Ahulgas current and Mozambique current will come പോളിലെത്തുമ്പോൾ എന്താവും? ദാറ്റ് ബിക്കം കോൾഡ് കറന്റ്. ഓക്കെ, വെസ്റ്റ് വിൻഡ് ഇസ് കോൾഡ് കറന്റ് ആൻഡ് വി ഹാവ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ഓൾസോ കോൾഡ് കറന്റ്. സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. മൊസാംബിക്ക് ഇതാണ് മാപ്പിൽ ഇവിടെ, ഇതാണ് മൊസാംബിക്ക്. ഇതാണ് മഡഗാസ്കർ. ഇങ്ങനെയാണ് അത് സ്ട്രിക്റ്റ് ആവുന്നത്. അവിടെ പോയി സ്ട്രിക്റ്റ് ആണോ ഇല്ലയോ? ഓക്കെ, ഇനിയും നിങ്ങളുടെ മാപ്പിൽ ഓഷ്യൻ കറൻസിന്റെ ഒരു പിക്ചർ ഉണ്ടാവും, അതെടുക്കും അറ്റ്ലസിൽ. ഓക്കെ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അറ്റ്ലസിൽ. ഓക്കെ, നൗ യു ഹാവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് എൻറ്റയർ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ അറ്റ്ലസിൽ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നോക്കാം. ഇപ്പം എല്ലാവരും സ്ക്രീനിൽ നോക്കും. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച എൻറ്റയർ outlook about ocean currents. Okay, entire world water is moving like this. First we'll talk about Atlantic Ocean. North Equatorial Current is coming, which is warm in nature. Gulf Stream is coming. North Atlantic Drift, Gyre or Sargasso Sea is formed. Okay, Labrador Cold Current is coming. Eastern Greenland Current is coming, forming Newfoundland Island, good for fishing. Same thing, Norway warm current is going. This is about the North Atlantic Ocean. South Atlantic Ocean, what happens? South Equatorial Current is coming. Brazil warm current is going. South Atlantic Current is moving. Benguela Current is going. Circuit is completed. Okay. Now we move towards Pacific Ocean. This is confusion ആവരുത്. ഇതിന്റെ ബാലൻസ് ആണ് ഇവിടെ. Okay, because Earth is spherical in shape, we take it like this. നമുക്ക് ആദ്യം എന്താണ് നോക്കേണ്ടത്? നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ് is coming. Kuroshio current ആവുന്നു. It is meeting with Oyoshio current. നോർത്ത് പസഫിക് ഓഷ്യന്റെ കറന്റ് ആയിട്ട് മാറുന്നു. ആ സെയിം കറന്റ് ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ഇൻടു ടു, അലാസ്ക വാം കറന്റ്, കാലിഫോർണിയൻ കോൾഡ് കറന്റ്. ഓക്കെ, അത് താഴെ വരുന്നു. സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ്. സൗത്ത് പസഫിക് ഓഷ്യൻ
what happens is that south equatorial current is coming, east Australian current ആയിട്ട് മാറുന്നു, southern Pacific current ആയിട്ട് മാറുന്നു, Peruvian current ആവുന്നു, or it is also called Benguela current. Okay, and the circuit is completed. Now you look at Indian Ocean. Equatorial current is coming. ഇവിടുത്തെ ഇതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, പക്ഷേ we know that Bay of Bengal we have a circulatory motion, Arabian Sea we have a motion like this, again it is joined with the counter equatorial current. South equatorial current is coming, Mozambique we have Ahulgas current, this is Mozambique, this is Ahulgas, okay, and it is coming here, West Australian current ആയിട്ട് മാറുന്നു, circuit is complete. ഇതാണ് മൊത്തം ഓഷ്യൻ കറൻസിൻ്റെ പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം യു ആർ ഹിയറിംഗ് ഇതെല്ലാം കൺഫ്യൂഷൻ ആവും, ബെഗ്വല, മൊസാംബിക്കു, ഹംബോൾട്ട് എല്ലാം കൺഫ്യൂഷൻ ആവും. സോ 3-4 ടൈംസ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. സോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം വാട്ട് ആർ വാം ഓഷ്യൻ കറൻസ്, ഏതൊക്കെയാണ് വാം ഓഷ്യൻ കറൻസ്, വിച്ച് ഓൾ തിങ്സ് ആർ വാം ഓഷ്യൻ കറൻസ്, വിച്ച് ഓൾ കറൻസ് ആർ കോൾഡ് ഓഷ്യൻ കറൻസ്. ആ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി റെഡിയാക്കി അത് പഠിക്കണം. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ഈ 3 ഓഷ്യൻസിലും വിച്ച് ഓൾ കറൻസ് ആർ ദെയർ. ഓക്കെ, വാം കറൻസ് ഏതൊക്കെയാണ്, കോൾഡ് കറൻസ്. ഡയറക്ഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിലും എവിടെയാണ് എന്താണെന്ന് ഓർത്ത് വെച്ചാലെങ്കിലും ഓക്കെ. ഇത് പ്രിലിംസ് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വിൽ ബി സെലക്ട് ദ ഫോളോയിങ് വിച്ച് വൺ ഇസ് വാം കറന്റ് ഓർ കോൾഡ് കറന്റ്, അല്ലെങ്കിൽ വിച്ച് വൺ വിൽ ബി ഫൗണ്ടിങ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ഇതായിരിക്കും ചോദിക്കാൻ കാരണം. അറ്റ്ലാന്റിക് ഓഷ്യൻ വി ഹാവ് റിട്ടൺ, നോ, നോട്ട് എഴുതിയിട്ടില്ലേ? Pacific Ocean currents, heading Pacific Ocean currents, Pacific Ocean currents. Number 1, equatorial Pacific Ocean current. Number 1, equatorial Pacific Ocean current. Here you go. Under the influence of prevailing trade winds, equatorial Pacific Ocean current നോർത്ത് ഏരിയയിൽ എന്താ കറണ്ട്, എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഈസ്റ്റ് ടു വെസ്റ്റ്, ബ്രാക്കറ്റ് എഴുതിക്കോ, ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റ്, കോമ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് and south equatorial current starts from eastern Pacific Ocean, bracket edukko, west coast of Central America, bracket close, full stop, അത്രേ മതി. എവിടുന്നാ വരുന്നത്? നമ്മൾ പസഫിക് ഓഷ്യനിൽ വി ആർ ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, അത് നമുക്കറിയാം. അപ്പോൾ ഈ സൈഡിൽ എന്താണ്? സെൻട്രൽ അമേരിക്ക, ഞാൻ പറഞ്ഞില്ലേ, മെക്സിക്കോ, കാനഡ, അവിടുന്ന് ഇങ്ങോട്ടല്ല വെള്ളം ഒഴുകുന്നത്. അപ്പോൾ വെസ്റ്റേൺ സെൻട്രൽ അമേരിക്ക എന്നാണ് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട്, അതാണ് സെൻട്രൽ അമേരിക്ക എന്ന് പറയാൻ കാരണം. മിഡിൽ അമേരിക്ക, എവരിതിങ് ഈസ് കറക്റ്റ്. ഓക്കെ, second one, counter equatorial current. This raises the level of western Pacific Ocean. By few centimeters. Full stop. And this creates a counter equatorial current. Which flows between ഏതിൻ്റെ ഇടയ്ക്കൂടെ ഒഴുകുന്നേ? കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആൻഡ് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. മാപ്പിൽ നോക്കിയാൽ മതി, ഫ്ലോസ് ബിറ്റ്വീൻ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആൻഡ് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇൻ ഏത് ഡിറക്ഷൻ ആയിരിക്കും? വെസ്റ്റ് ടു ഈസ്റ്റ് ഡിറക്ഷൻ. ചെറിയ എഴുതിക്കോ, മേ ബി പ്രിലിംസിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, പറയാൻ പറ്റില്ല. ഫാക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. എന്താന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടുണ്ടായെന്ന് വേണം. ഫാക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ കുറച്ച് ഓപ്ഷൻസ് തന്നാൽ യു ഷുഡ് ബി നോയിങ്. Number 1, piling up of water, piling up of water
in the West Pacific, in the West Pacific due to trade winds, due to trade winds. Piling up of water in the West Pacific due to trade winds. Number 2, presence of doldrums. Presence of doldrums. DOLDRUMS. അത് ഞാൻ പറഞ്ഞല്ലോ എന്താന്നുള്ളത്. ഏരിയ ഓഫ് കാം. ഓക്കെ. നമ്പർ 3, piling up of water. Piling up of water in the western part of ocean. In the western part of ocean due to rotation of earth. ഇനി നമ്മൾ എന്താ കറൻസ് എഴുതി? ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ കറന്റ്. നമ്പർ 2 കൗണ്ടർ ഇക്വറ്റോറിയൽ കറന്റ്. നമ്പർ 3 എഴുതിക്കോ കുറോഷിയോ കറന്റ്. കുറോഷിയോ കറന്റ്. മാപ്പിൽ നോക്കിയാൽ സ്പെല്ലിംഗ് ഉണ്ട് കുറോഷിയോ. The north equatorial current, the north equatorial current turns northward off the coast of Philippines okay, off the coast of Philippines to form the Kuroshio current. To form the Kuroshio current. നോട്ട് നന്നായിട്ട് എഴുതി പോണേ. റിവിഷൻ ചെയ്യുമ്പം നോട്ട് നന്നല്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല. വന്നിട്ട് കുറോഷിയോ കറന്റ് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞുമായിട്ടല്ല പോകുന്നത്. അപ്പോൾ അവിടെ ഫിലിപ്പൈൻസ് ഉണ്ട്. ജപ്പാന്റെ താഴെ ഫിലിപ്പൈൻസ് ഉണ്ട്. നമ്പർ 4, ഒയോഷിയോ കറന്റ്. ഒയോഷിയോ കറന്റ് ആൻഡ് ഒഖോഷോട്ട് കറന്റ്. ഒരുമിച്ച് എഴുതിക്കോ. ഒയോഷിയോ, മാപ്പിൽ നോക്കി സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി എഴുതുക. ഒയോഷിയോ ആൻഡ് ഒഖോസ്റ്റോക്ക് കറന്റ്. അത് വേണ്ട, എഴുതിയോ? These are two cold currents. These are two cold currents in the northern Pacific Ocean. In the northern Pacific Ocean, comma, Oyoshio flows across the east coast of Kamchatka Peninsula. മാപ്പിലുണ്ട് അതിൻ്റെ പേര് Kamchatka Peninsula. East coast of Kamchatka Peninsula. KAMCHATKA Peninsula to merge with the warmer waters of Kuroshio Peninsula. ഞാൻ പറഞ്ഞില്ല ഈ ലാൻഡാണ് കംചക്ക ഏരിയ. കംചക്ക കറന്റ് മീൻസ് ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ കംചക്ക ഏരിയ. ഈ ഒരു റഷ്യയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ലാൻഡ്. ഈ ലാൻഡ് പറഞ്ഞ പേരാണ് കംചക്ക. Okay, to merge with the warmer waters of Kuroshio. To merge with the warmer waters of Kuroshio. To merge with the warmer waters of Kuroshio and Okhotsk current. മാപ്പിൽ നോക്കുക. OKHOTSK. Okhotsk current flows past Sakhalin Islands. Sakhalin Islands. Japanese island ആണ്. Sakhalin Islands. To merge with Oyashio current. To merge with Oyashio current. To merge with Oyashio current off the coast of Hokkaido. Off the coast of Hokkaido. Hokkaido, Japanese, northern part of Japanese ആണ് Hokkaido. Off the coast of Hokkaido. ഒന്നുകൂടെ പറയണോ? These are two cold currents in the northern Pacific.
Oyoshio flows across the east coast of Kamchatka Peninsula to merge with the warmer waters of Kuroshio, and Oshkoto Current flows past Sakhalin Islands to merge with Oyashio Current off the coast of Hokkaido. Off the coast of Hokkaido. Sakhalin Islands is part of Japan. Sakhalin Islands to merge with Oyoshio Current off the coast of Hokkaido. Okay. Number 5, North Pacific Current. North Pacific Current. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പുതിയ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പം. You have to be familiar with the map. അതുകൊണ്ട് മാപ്പ് വന്നാൽ നിങ്ങൾ എപ്പോഴും നോക്കി എങ്കിലും ഓർമ്മയിരിക്കും. അല്ല ഞാൻ മാപ്പ് കാണിക്കാതെ നോട്ട് വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോർത്ത് പസഫിക് കറണ്ട്. നിങ്ങൾക്ക് മാപ്പ് ഉള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് വുഡ് ബി ഫെമിലിയർ. ഓഷ്യൻ കറണ്ട്സ് ആണെന്നെങ്കിലും ഓർമ്മ നിൽക്കും. മാപ്പുകളില്ലെങ്കിൽ ഒന്നും പറയണ്ട. ഓക്കെ, നോർത്ത് പസഫിക് കറണ്ട് എഴുതിക്കോ. ഫ്രം ദ സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ജപ്പാൻ, ഫ്രം ദ south east coast of Japan, under the influence of prevailing മാപ്പ് നോക്കി പറയും. നോർത്ത് പസഫിക് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും? വെസ്റ്റർലീസ്. ഓക്കെ, winds originate from the west are called westerlies. അപ്പോൾ വെസ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും വെസ്റ്റ് ടു ഈസ്റ്റ് ഒഴുകുന്നത്. ഒഴുക്കോ പ്രിവെയിലിംഗ് വെസ്റ്റർലീസ്. നിങ്ങൾ അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കണേ. വെസ്റ്റർലീസ്, comma, the Kuroshio current turns eastwards the Kuroshio current turns eastwards and moves as the North Pacific current, comma, reaches the west coast of എവിടെ എത്തുന്നേ? അത് പോയി എവിടെ എത്തും? കാലിഫോർണിയ. സോ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. ആൻഡ് ഡിവൈഡ്സ് ഇൻറ്റു 2. അവിടെ ഇടിച്ച് രണ്ടായിട്ട് പിരിയെന്ന് പറഞ്ഞില്ലേ? ഡിവൈഡ്സ് ഇൻറ്റു 2. ഓക്കെ, 6th current, Alaska and Californian current. The northern branch flows anti-clockwise branch flows anti-clockwise along the coast of British Columbia and Alaska, and is known as Alaska current. Underline Alaska current. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട എന്താണ്? ഒരു കറണ്ട് വാം അല്ലെങ്കിൽ കോൾഡ് ആണെങ്കിൽ ഭയങ്കര തണുപ്പോ ഐസാണെന്നുള്ള ഉദ്ദേശം. കമ്പാരിറ്റീവ്ലി ആ പോകുന്ന വെള്ളം ഇത് തണുപ്പോ ചൂടോ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. The southern branch of the current moves as a cold current along the west coast of USA and is known as Californian current. Okay, താഴെ write a separate statement. The Californian current, separate statement, the Californian current joins the North Equatorial current. The Californian current joins the North Equatorial current to complete the circuit. North Equatorial current to complete the circuit. അപ്പോൾ നോർത്ത് പസഫിക് ഓഷ്യൻ കഴിഞ്ഞു, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നോർത്ത് പസഫിക് ഓഷ്യനിൽ എന്തൊക്കെ കറണ്ട്സ് ആണ് ഉള്ളത്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വന്നു. സോ ഇറ്റ് വാസ് പാസിങ്, ഇറ്റ് ഈസ് കോൾഡ് കുറോഷിയോ കറണ്ട്. ഫിലിപ്പൈൻസ് തട്ടി കുറോഷിയോ കറണ്ട് ആയിട്ട് മേലോട്ട് പോയി. അവിടുന്ന് എന്തൊക്കെ വന്നു? ഒയോഷിയോ കറണ്ടും
ഹോട്ടോ കറണ്ടും വന്നു, അത് രണ്ടും മിക്സായി. ഇപ്പം നോർത്ത് ആൻഡ് വാം ആൻഡ് കോൾഡ് കറണ്ട് മിക്സിങ് ഒരു ഏരിയ ആയി. പിന്നെ നോർത്ത് പസഫിക് ഓഷ്യൻ കറണ്ട് മൂവ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ആ സൈഡിലെത്തി. അവിടെ എത്തിയപ്പോൾ അലാസ്കയിൽ ഇടിച്ചിട്ട് എന്താ രണ്ടായിട്ട് മാറി, അലാസ്ക കറണ്ട് ആൻഡ് കാലിഫോർണിയൻ കറണ്ട് എഗെയിൻ ജോയിൻസ് എ സർക്യൂട്ട്, ആ പസഫിക് ഓഷ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നൗ അടുത്ത ഹെഡിങ് കണ്ടിന്യൂഷൻ എഴുതിക്കോ. 7th വൺ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് following the pattern in the northern hemisphere, following the pattern in the northern hemisphere, east Australian current. Now we are talking about South Pacific. Northern hemisphere ന്റെ കാര്യം പറയാണ്. Following the pattern in the northern hemisphere, comma, south equatorial current. പിന്നെ കണ്ടിന്യൂഷൻ ഇങ്ങനെ വാട്ടർ എപ്പോഴും മൂവിങ് ആണ്. Okay, the south equatorial current flows from east to west, and turns southwards as East Australian current. Number 8, Peru current or Humboldt current. Peru current or Humboldt, Humboldt, Humboldt current. Reaching the southwest coast of South America, southwest coast of South America, comma, it turns northward as the Peru current. നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത് ഓഷ്യൻ കറൻസ്? നോട്ട് എടുത്ത് വെക്കുക, ഒരു സൈഡിൽ മാപ്പ് എടുത്ത് വെക്കുക. നോട്ട് ഓരോ ലൈൻ വായിക്കുക, മാപ്പ് എടുത്ത് അത് എന്താ വായിച്ചതെന്ന് മാപ്പിൽ ലിങ്ക് ചെയ്യുക. അങ്ങനെ യു ക്യാൻ റീഡ് 3-4 ടൈംസ്. അതേ പറ്റത്തുള്ളൂ. ഇത് നോട്ടൊന്നും കാണാൻ ഒന്നും മനസ്സിലാവില്ല, കാരണം ഫുൾ ഡിറക്ഷൻസും പുതിയ വേർഡ്സുമാണ്. മാപ്പ് തന്നെ നോക്കിയാലും യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നോട്ട് മാപ്പ് ഒരുമിച്ച് വെക്കുക, നോട്ട് ഓരോ സെഗ്മെൻറ്റ് വായിക്കുക, മാപ്പിൽ നോക്കുക, ട്രൈ ടു റിലേറ്റ്. പ്രിലിംസ് വരെ ഇതിൻ്റെ പേര് ഫെമിലിയർ ആക്കി വെക്കാം എന്ന് നമുക്ക് പറ്റത്തുള്ളൂ. മെയിൻസ് അത് നമുക്ക് കാണാൻ പഠിച്ച് ആൻസർ റൈറ്റിംഗ് ആക്കി മാറ്റണം. വി ഹാവ് ടൈം, നമുക്ക് ചെയ്യാം. പ്രിലിംസ് നമ്മുടെ മോട്ടോ എന്താണ്? ഈ പേര് കാണുമ്പോൾ വി ഷുഡ് ബി നോയിങ് വിച്ച് ഇസ് വാം കറന്റ്, വിച്ച് ഇസ് കോൾഡ് കറന്റ്, എവിടെ എന്ത് എഴുതുന്നു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇറ്റ് ഇസ് എ കോൾഡ് കറന്റ്. Which finally reaches the south equatorial current, thus completing the circuit. So Pacific Ocean കഴിഞ്ഞു.